ഇന്നലെ പുറത്തു വന്ന വിഷ്വൽസാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. ഒരു പോലീസുകാരനെ SFI പ്രവർത്തകർ തിരുവനന്തപുരത്ത് ഒരു മോളിൽ വെച്ചിട്ട് ശാരീരികമായി ഉപദ്രവിക്കാൻ വേണ്ടി ഓടിച്ചിട്ട് അടിക്കുന്ന വിഷ്വൽസ്. ഓക്കെ, പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, അതിനുശേഷം അടി ഉണ്ടാവുന്നുണ്ട്. പോലീസുകാരനും ചില്ലറക്കാരനൊന്നുമല്ല, അയാൾ യൂണിഫോമിലല്ല, അയാളുടെ കാഷ്വലായിട്ട് വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് പെങ്ങളുമായിട്ട് പുറത്തിറങ്ങിയതാണ്. അയാളും ഇവരുടെ ആക്രമണം വരുമ്പോഴത്തേക്ക് കയ്യിൽ വളയൊക്കെ എടുത്ത് കുത്താൻ പോണൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വിഷ്വലിൻ്റെ ഒരു ഓഡിയോ ഉള്ള വേർഷൻ ഞാനിവിടെ പ്ലേ ചെയ്യാം. അതിന് മുമ്പ് ഈ വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറയുന്നു, കേരളത്തിലെ എല്ലാ പോലീസുകാരും ഞാൻ പറയുന്നില്ല, നല്ലവരായ ഒരു മോസ്റ്റ് മെജോറിറ്റി പോലീസുകാരും പോലീസ് സേനയുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട്. എന്നാൽ തനി ഗുണ്ടായിസം കാണിക്കുന്ന, കാക്കി കയറിയാൽ കാന്താര മൈൻഡ് വരുന്ന ഇഷ്ടം പോലെ പോലീസുകാർ നമ്മുടെ സേനയ്ക്ക് പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരുടെ പപ്പറ്റുകളാവും അവർ, കളിപ്പാവകളാവും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സുകാരതോ അല്ലെങ്കിൽ അവരുടെ തന്നെ പേഴ്സണൽ ഇഷ്യൂസൊക്കെ അതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി നാട്ടുകാരുടെ നെഞ്ഞത്തേക്ക് കയറാനൊക്കെ കാക്കി എടുത്തിട്ട് ഒരു ദിവസം നാട്ടുകാരുടെ ഇടയ്ക്ക് ഇറങ്ങി 10 നാട്ടുകാരെ പിടിച്ച് തെറി വിളിച്ചും തല്ലിയിട്ടും അല്ലെങ്കിൽ സ്റ്റേഷനിൽ വരുന്ന ആൾക്കാരോട് വളരെ മോശമായിട്ട്, ജനമൈത്രി പോലീസാണല്ലോ, അവിടെ മൈത്രി ഇല്ല, ജനവും ഇല്ല, വായ തോന്നിയ തെറിയും വിളിച്ച് പറഞ്ഞ് നാട്ടുകാരുടെ നെഞ്ചത്തും കയറി നടക്കുന്ന കാക്കിക്ക് തന്നെ അപമാനമായിട്ടുള്ള കുറേ എണ്ണങ്ങളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ തന്നെയാണ് ഇവൻ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി അറിയാൻ കഴിഞ്ഞത്. ഇനി മോളിൽ നിന്ന് SFI പിള്ളേരായതുകൊണ്ട് SFIക്കാരുടെ രക്ഷാപ്രവർത്തനം, ഇപ്പോൾ നിനക്കിത് രക്ഷാപ്രവർത്തനമായി തോന്നിയോ, മുഖ്യമന്ത്രി പറയുന്ന പോലെയാണോ നീ സംസാരിക്കുന്നതെന്നൊന്നും ചോദിക്കേണ്ട. ഞാനിവിടെ ഈ മുഖ്യമന്ത്രിക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ, SFIക്കെതിരെ, DYFIക്കെതിരെ ഒക്കെ ഒരുപാട് വീഡിയോസ് ചെയ്ത ഒരാളാണ്. പക്ഷെ ഇതെന്താ പറയുക, പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് ചില പോലീസുകാരുടെ അടുത്തു നിന്നുണ്ടായ വളരെ മോശപ്പെട്ട ബിഹേവിയർ കാരണം, മോശപ്പെട്ട ഒരു പോലീസുകാരന് കാക്കിയില്ലാത്തപ്പോൾ ഇനി SFIയോ ആരോ ജനങ്ങൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നത് കാണുമ്പോൾ ഒരു വികാരമുണ്ട് നമ്മുടെ മനസ്സിനകത്ത്. ആ വികാരം വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഇതൊക്കെ എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സംഗതികളുടെ തുടക്കം ഞാൻ പറഞ്ഞുതരാം. ന്യൂ ഇയറിൻ്റെ ടൈമിൽ തിരുവനന്തപുരത്ത് ന്യൂ ഇയർ പാർട്ടി നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വിഷ്വൽ, ഞാൻ സൈഡിൽ കൊടുക്കുന്ന വിഷ്വൽ നിങ്ങൾ കണ്ടു കാണും. പോലീസുകാർ ഓടി വരുന്നു, ചന്നം പിന്നെ അടി തുടങ്ങുന്നു, അതിൽ തന്നെ ലാത്തി എടുത്ത് അവിടെ 2 പയ്യന്മാരെ തലക്കടിച്ചൊരു വിഷ്വലുണ്ട്. ഈ വിഷ്വൽ അന്ന് ഭയങ്കര വൈറലായിരുന്നു. ഇതിൽ ആ പോലീസുകാരനാണ് മോളിൽ മാസ്ക് ഇട്ട് ഓടി SFIക്കാരെ ഇന്ന് തല്ലും വാങ്ങി ഓടി ആ പോലീസുകാരൻ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ന്യൂസ് ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഇനി കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എന്നാലും കണ്ടോ. ട്രാവൻകൂർ മോളിലെത്തിയ AR ക്യാമ്പിലെ പോലീസുകാരനായ മിഥുൻ റോയിക്കാണ് അടി കിട്ടിയത്. SFIക്കാർ ആദ്യം പ്രകോപിപ്പിച്ച ശേഷമാണ് അടിയുണ്ടാക്കിയത്. അടി കിട്ടിയതിനു പുറമെ SFIക്കാരുടെ പരാതിയിൽ പോലീസുകാരനെതിരെ കേസെടുത്തു. എന്നാൽ മിഥുൻ റോയിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തത് കമ്മീഷണർ ഇടപെട്ട ശേഷം. പുതുവത്സര രാത്രിയിൽ ശംഖുമുഖത്ത് സമയപരിധി കഴിഞ്ഞിട്ടും DJ പാർട്ടി നടത്തിയതിനെ ചൊല്ലി SFIക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അന്ന് SFIക്കാരെ തല്ലിയ പോലീസ് സംഘത്തിൽപ്പെട്ടയാളാണ് മിഥുൻ. അതിനുള്ള പ്രതികാരമാണ് മോളിലെ തല്ലെന്നാണ് പരാതി. ആക്രമണത്തിനു ശേഷം മിഥുൻ വഞ്ചിയൂർ പോലീസിൽ പരാതി നൽകാൻ ശ്രമിച്ചെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് ദൃശ്യങ്ങൾ വൻതോതിൽ പ്രചരിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദമുണ്ടാവുകയും ചെയ്തതോടെയാണ് പോലീസ് SFIക്കാർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. ഇതിനു പിന്നാലെ SFIക്കാർ മിഥുനെതിരെ കമ്മീഷണർക്ക് പരാതി നൽകി. മിഥുൻ തങ്ങളെ കയ്യിലെ ഇടിവളയുപയോഗിച്ച് മർദ്ദിച്ചുവെന്നാണ് SFIക്കാർ പരാതിയിൽ പറയുന്നത്. ഇതോടെ ആയുധം ഉപയോഗിച്ചു മർദ്ദിച്ചുവെന്ന പരാതിയിൽ മിഥുനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു. മിഥുനൊപ്പമുണ്ടായിരുന്ന സ്ത്രീയെയും കേസിൽ പ്രതി ചേർത്തു. മിഥുനെതിരെ ഉണ്ടായ ആക്രമണത്തിനെതിരെയും കേസിനെതിരെയും പോലീസ് ഗ്രൂപ്പുകളിൽ വൻ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. പല കോണിൽ നിന്നും ഇത്തരം പ്രതിഷേധങ്ങൾ ഉയരുന്നെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് അസോസിയേഷനും സംഭവത്തിൽ മൗനം പാലിക്കുകയാണ്. ഇതാണ് പെർട്ടിക്കുലർ ന്യൂസ്. ഇതിനകത്ത് ഇന്ന് രാവിലെ മുതൽ ഇവിടുത്തെ ന്യൂസ് ചാനൽസ് പിടിക്കുന്ന ഒരു ഭാഗമുണ്ട്. പോലീസുകാരനെ അതിക്രമിച്ച SFI. അതായത് SFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഗുണ്ടകൾ എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് കുറച്ച് കാലമായിട്ടുള്ളൊരു നറേറ്റീവ് ഉണ്ട്. അവർ ഗുണ്ടായിസം കാണിക്കുന്നുണ്ട്, ഇല്ലയെന്നും ഞാൻ പറയുന്നില്ല, കുറേ എണ്ണം ഗുണ്ടായിസം കാണിക്കുന്നവരുണ്ട്. പക്ഷെ ഈ പ്രവൃത്തി അവർ ചെയ്തത്, ഇതിനകത്ത് ഈ പോലീസുകാരനെ മാത്രം നിങ്ങൾ എടുക്കണം. ന്യൂസുകാരോടാണ് പറയുന്നത്. ഈ വ്യക്തി ഇപ്പോൾ ആ മോളിനകത്ത് തന്നെ ഇവർ പ്രൊവോക്ക് ചെയ്യുന്ന വീഡിയോ ഉണ്ട്, ഇവരെടുത്ത വീഡിയോ ഉണ്ട്, ആ പോലീസുകാരൻ്റെ പെങ്ങളെടുത്ത വീഡിയോയും ഉണ്ട്. 2 വീഡിയോ നിങ്ങൾ വെച്ച് നോക്കിയാൽ മതി. പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, നീ തല്ലുവാടാ അങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആദ്യമായിട്ട് അങ്ങോട്ടാണ്ട് കയറി ചെന്ന് ഒരു ആംഗ്യവും കാണിച്ച് ഇവരെ പേടിപ്പിക്കാൻ ചെല്ലുന്നത് ഇതില്ലല്ലോ, കാക്കിയില്ലല്ലോ, പേടിപ്പിക്കാന്ന് ചെന്നത് ഇവനാണ്.
അപ്പൊ ഇവൻ എന്ത് കിട്ടി? തിരിച്ച് അവിടുന്ന് കിട്ടിയ സമയത്ത് ഇവൻ എന്താ കാണിച്ചത്? എന്തുകൊണ്ട് ഇവന് ജാമ്യമില്ലാ വകുപ്പിൽ കേസിട്ടിട്ടുണ്ടാവുക പോലീസുകാർ? പോലീസിനകത്ത് തന്നെ പോലീസുകാർ ഒരു പോലീസുകാരനെതിരെ കേസിടുമ്പോൾ ചുമ്മാടില്ലല്ലോ. അതോ ഇനി ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് അങ്ങനെ എങ്ങനെയെന്ന് പറയുന്നവരോട് കയ്യിൽ ഇങ്ങനെ ചുരുട്ടി മുഷ്ടിയിൽ പിടിച്ചിട്ട് അത് വെച്ച് കുത്താൻ പോണ പോലീസുകാരൻ്റെ വീഡിയോ ആണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. മനസ്സിലായോ? അപ്പം ഇത് വെച്ചൊരു പരാതി കൊടുത്ത് അത് കേസാക്കണം. ഇവൻ കാക്കി ഇല്ലാത്തപ്പോഴേ ഇടിവള കയ്യിൽ പിടിച്ച് ഇങ്ങനെ നിന്ന് ഇടിക്കാൻ പോകുന്ന ഇവൻ കാക്കി ഇട്ട് കഴിഞ്ഞ് ഈ ലാത്തി കയ്യിൽ കാണിച്ച പരിപാടിയുടെ ഒരാൾക്ക് കിട്ടിയ ഒരു പയ്യന് കിട്ടിയ അടി ഞാനത് ഇവിടെ അത് ക്ലിയർ ആക്കി വെക്കുന്നില്ല. അവൻ്റെ മുഖം ഞാൻ കാണിക്കുന്നില്ല, ഞാൻ ബ്ലറാക്കിയിട്ടാണ് വെക്കുന്നത്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അറിയാവുന്ന ഒരു വ്യക്തിയുടെ പയ്യനാണ് ഈ അടി കിട്ടിയിട്ടുള്ളത് ഇവൻ്റെ കയ്യിൽ നിന്ന്. കണ്ണിനാ കിട്ടിയിട്ടുള്ള ആ ചെക്കന്. ആ ചെക്കൻ 18 വയസ്സിന് താഴെയാ. ചെക്കൻ്റെ കണ്ണിനാണിട്ട് അടിച്ചിട്ടുള്ളവൻ. മനസ്സിലായോ? അപ്പം അങ്ങനത്തെയൊക്കെ നരനായാട്ട് ഈ പറഞ്ഞ കാക്കി മേത്ത് കയറിയ കാണിക്കുന്ന ഒരുത്തൻ. പിന്നെ അവൻ്റെ നാട്ടിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 2025-ലോ 2024-ലോ മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു അലമ്പ് കേസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് നാട്ടുകാർ വെച്ചിട്ടുള്ള പോസ്റ്ററാണ് ഇവൻ്റെ ഈ സൈഡിൽ കാണുന്നത്. മദ്യലഹരിയിൽ വാഹനം, പോലീസുകാരൻ്റെ സ്ഥിരം അഴിഞ്ഞാട്ടം. നെട്ടടയത്തെ നാട്ടുകാരുടെ ജീവൻ ആപത്ത്, ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് മർദ്ദനം. നെട്ടയത്തെ പോലീസ് മൃഗം, മലക്കുളം സ്വദേശി മിഥുൻ റോയ്, പുലിക്കാട്ടിൽ മിഥുൻ. അങ്ങനെയാണ് എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ. നാട്ടുകാർ ഇങ്ങനെ ഒരു പോസ്റ്റർ ഒരു പോലീസുകാരനെ കുറിച്ച് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ നാട്ടിൽ എത്രത്തോളം ഒരു ന്യൂസൻസ് ആവുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഇങ്ങനത്തെ ഈ മദ്യപിച്ച് വണ്ടി ഓടിച്ച് അത് ആരെങ്കിലും ദേഹത്ത് കൊണ്ടുപോയി കയറ്റി അത് ചോദ്യം ചെയ്ത് നാട്ടുകാരെ തല്ലിയ ഒരുത്തൻ, ഇത് ഇപ്പോൾ ന്യൂസിൽ വന്നതാണ് അന്ന്. ഓക്കെ, വട്ടിയൂർക്കാവിൽ വീട് കയറി ആക്രമണം, പോലീസുകാരനും വീട്ടുകാർക്കും പരിക്ക്. അതെന്താ ഇവൻ്റെ വീട്ടിൽ മാത്രം നാട്ടുകാർ കയറിയിട്ട് ആക്രമണം കാണിക്കുന്നത്? കാരണം ഇവൻ നാട്ടുകാരോട് ആക്രമണം ചെയ്യുന്നത്. കാക്കിയിട്ട് കഴിഞ്ഞാൽ പോലീസുകാരനുള്ള തെമ്പ് മൂത്തിട്ട് ഇവൻ നാട്ടുകാരുടെ നെഞ്ഞത്തേക്കാണ് കയറാൻ പോണ ഒരുത്തൻ. അപ്പം പിന്നെ നാട്ടുകാർ വെറുതെ ഇവൻ നാട്ടുകാരെ ഈ നിരന്ന് വാങ്ങാറുള്ള ഒരുത്തരാണ്. പിന്നെ ഈ AR ക്യാമ്പിലുള്ള പോലീസുകാർ എന്ന് പറഞ്ഞാൽ AR ക്യാമ്പിൻ്റെ പോലീസ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾക്ക് അറിയാം. ബാക്കപ്പിന് വിളിക്കുന്ന പോലീസ് ആണ് AR ക്യാമ്പിലെ പോലീസ് എന്ന് പറയുന്നത്. നമ്മളെ ഫോഴ്സിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു വലിയൊരു ഇവൻറ്റോ പരിപാടിയോ നടക്കുമ്പോൾ ബാക്കപ്പിന് വേണ്ടി കുറച്ചധികം പോലീസുകാരെ AR ക്യാമ്പ് എന്ന് വിളിക്കും. ഈ AR ക്യാമ്പ് എന്ന് വിളിക്കുന്ന പോലീസുകാർക്ക് തന്നെ ഒരു ഗുണ്ടാ സെറ്റപ്പാണ്. നെയിം പ്ലേറ്റ് കാണില്ല, അവർ ഫുള്ള് മറ്റേ ഗുണ്ടാ സെറ്റപ്പിൽ കാക്കിയിട്ട് ലാത്തി വീശി ഇങ്ങനെ വരും. ആരാ എന്തോന്നൊന്നും ഉണ്ടാവില്ല. അവർ വന്നവനും കണ്ടവനും നിന്നവനൊക്കെ അടിച്ചിട്ടാണ് പോകും. അപ്പോൾ പറയും മുകളിൽ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ആജ്ഞയ്ക്കനുസരിച്ച് ഇവർ പ്രവർത്തിക്കണ്ടേ, അങ്ങനെ ഇങ്ങനെ എന്ത് ഗുണ്ടകളാണ് പോലീസിനെടുക്കുന്നത്. ഇവൻ്റെ അടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവൻ്റെ അടി തലയ്ക്കടിക്കുന്നത്, ഇവൻ ലാത്തി വെച്ച് തലയ്ക്കടിക്കുന്നത്. തല അടിച്ച് പൊട്ടിച്ച് അവരുടെ കംപ്ലൈൻറ്റിൽ ഇവനെതിരെ എന്തെങ്കിലും കേസ് നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ കണ്ടു പോലീസ് അസോസിയേഷൻ, പോലീസ് ബാക്കി ടീമുകൾ എല്ലാവരും കൂടി ഇവനെ തല്ലിയ ആളുകൾ ഇതൊരു മാതൃകയാക്കരുത്. അങ്ങനെ നാട്ടിൽ മാതൃകയാക്കേണ്ട അവസ്ഥ നാട്ടുകാർക്ക് എങ്ങനെയാണ് വന്നേ? അതിനെക്കുറിച്ചും കൂടി ഇവിടുത്തെ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ആലോചിക്കണ്ടേ? എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിയത്? അതും കൂടി നിങ്ങൾ ചിന്തിക്കണം. ഇനി കഴിഞ്ഞ ദിവസം ഇന്നലെ കാസർഗോഡ് ചെക്കന്മാർ ചായ കുടിക്കാൻ പുറത്തിറങ്ങിയ സമയത്ത് കാസർഗോട്ടെ പോലീസുകാർ കാണിച്ചു കൂട്ടിയത് ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. ഇതും കൂടി നിങ്ങളൊന്ന് കാണാം. അതായത് രാത്രി ഇവിടുത്തെ മന്ത്രി റിയാസ്, ടൂറിസം മന്ത്രി പറയുന്നത് രാത്രി നൈറ്റ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വലിയ പുകില് PR അടിച്ചിട്ടുണ്ടായിരുന്നു ഈ നാട്ടിൽ. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ല. PR വർക്ക് മാത്രമേ ഉള്ളൂ. നൈറ്റ് ടൂറിസം എന്ത് ടൂറിസം? നൈറ്റിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പോലീസുകാർ ലോക്കപ്പിക്ക് എടുത്തുകൊണ്ടുവരുന്നതിൻ്റെ പേരാണോ നൈറ്റ് ടൂറിസം എന്ന് പറയുന്നത്? മന്ത്രി റിയാസ് അതിന് ഉത്തരം പറയണം. നാട്ടിൽ രാത്രി ഇറങ്ങുന്ന എല്ലാവരും കള്ളും കഞ്ചാവും അല്ല, എല്ലാവരും ലഹരിക്ക് അടിമകളല്ല. പോലീസുകാർ ആരെ വണ്ടിയിലും ആരെ നെഞ്ഞത്തേക്കും കയറുന്ന രാത്രി വന്നിട്ട് കാണുന്നവരൊക്കെ അവർക്ക് ലഹരി അടിച്ച് ഇറങ്ങും. അതും കുട്ടികളെ കണ്ട, ഒരു 10-20 വയസ്സ് 25 വയസ്സിനിടയിലുള്ള മക്കളെ കണ്ടു കഴിഞ്ഞ് ഇവർ ഓടി വരികയാണ്. എടുക്കാ കഞ്ചാവല്ലേ, നീ ലഹരിയല്ലേ, സിന്തറ്റിക് അല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് കൊടയാണ് ഇവരെ. ഇതാണോ നൈറ്റ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത്? ഇതാണോ നൈറ്റ് ടൂറിസം എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ കണ്ണിൽ പൊടിയിട്ട് പോയത്? പോലീസുകാർക്ക് രാത്രികൾ സേഫ് ആക്കി തരാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് മന്ത്രി പറയണം. ഇവിടുത്തെ മറ്റേ ഇതുണ്ടല്ലോ പിണറായി വിജയൻ, ആഭ്യന്തരമന്ത്രി,
ചെങ്ങായിനോട് പറയും രാത്രി ഇന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാട്ടിൽ ആരും പുറത്തിറങ്ങരുത്. കാസർഗോഡ് നിന്നുള്ള വിഷ്വൽസ് ഞാൻ വെക്കാം. ചാവിടിക്കാൻ വന്നേ നമ്മൾ തല്ലിയിട്ട് നമ്മൾ ചോദിക്കുമ്പോ നമ്മളെ കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയിട്ടോ നമുക്ക് ഇല്ല 10 കേസ് കൊടുത്തു ഒന്നുകൂടി കൊടുത്തു. അപ്പൊ രാത്രി റോഡിൽ പോകുന്ന വണ്ടിയിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി പറയുന്നത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ആവശ്യമുള്ള സാധനം നമ്മളിടും. നിനക്ക് ഈ പറയുന്നത് നിനക്ക് ഈ ഈടെ കയ്യാറിൽ നീ ഇവിടെ ബമ്പറാണുള്ള സാധനം നീ ഈടെ കയ്യാറിൽ വന്നിന് എന്തിനാന്ന് നീക്ക് നിന്നോട് ചോദിച്ചാൽ ഇതിന് ചായ കുടിക്കാൻ വന്നിനി എന്നുള്ളത് ഒരു ആൻസറേ അല്ല. നിനക്ക് ചായ കുടിക്കാൻ വന്നിനി ഒരു ആൻസറേ അല്ല. ചായ കുടിക്കാൻ വന്നിനി എന്ന് പറയുന്നത് ഒരു ആൻസറേ അല്ല. അതൊരു കാരണമല്ല. രാത്രി നിനക്ക് വർത്താനം ആദ്യം പറഞ്ഞു ചായ കുടിക്കാൻ വന്നിനി എന്ന് പറയുന്നത് ഒരു കാരണമേ അല്ല. എന്തുകൊണ്ടല്ല അത്യാവശ്യം ഒരു രാത്രി പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ഒരു അത്യാവശ്യത്തിന് മാത്രമായിരിക്കണം. പോലീസ് ഈ പറയുന്ന പോലീസ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. ചെക്ക് ചെയ്യാനല്ല. നീ രാത്രി പിന്നെ ഈ കാരണം കാറ് ചാവടിക്കാന്ന് പറയുന്നത് ഒരു കാരണമേ അല്ല. അത് പോലീസിന് ഒരു കാരണമേ അല്ല. അങ്ങനത്തെ വരെ ഒരു ചായ കുടിക്കാൻ വന്നിനി പറഞ്ഞാൽ പോലീസിന് നിന്നെ കസ്റ്റഡിയിൽ എടുക്കാം. മനസ്സിലായ? ആദ്യം നിയമം ഞാൻ കാണിച്ചാ നീ വാ. ഏത് വകയിൽ നമ്മൾ കൊണ്ടുപോകുന്നു സാർ? നമ്മൾ ഏത് വകയിൽ ഒരു കാരണമാണ് കൃത്യമായ ഒരു കാരണമാണ് സ്റ്റേഷനിലേക്ക് നിന്റെ കാര്യം നിങ്ങൾക്ക് കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഒരു കാരണം എന്ത് വകയിൽ നമ്മൾ കൊണ്ടുപോയി നീ രാത്രി നമ്മൾ കിട്ടില്ല സാറേ. എന്തുകൊണ്ട് കിട്ടൂല? നീ എടുക്ക്. നീ വന്നതിന് പിന്നെ എന്തിനു പോലീസ് നിൽക്കുന്നേ? ഞാൻ പറഞ്ഞു ഈ രാത്രി കറങ്ങി നടക്കുന്നവനെ പിന്നെ ഈടെ SP എന്റെ ഓർഡർ ഉണ്ട്. രാത്രി കറങ്ങി നടക്കുന്നവനെ ഈടെ വിടണ നീ കള്ളനോ കഞ്ചാവെന്ന് എനിക്കെങ്ങനെ അറിയുന്നത്? നിന്നെ ചെക്കാക്കിയത് കാര്യം നീ കള്ളനോ കഞ്ചാവെന്ന് കള്ളാവ് കഞ്ചനോ എനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തല്ലി വീട് കുടിക്കോ തല്ലിയത് അല്ല ഇത് കുട്ടിക്ക് ഇത് കുട്ടിക്കോ വീടുണ്ട് വീടുണ്ട് വന്നു കൈയടിക്കുന്ന വീഡിയോയില് പിന്നെ എന്തിനു പോലീസിന്റെ പണി എന്താ? പിന്നെ കേട്ടല്ലോ, ഒരു പോലീസ് ഓഫീസർ ചായ കുടിക്കാൻ രാത്രി ഇറങ്ങിയ പിള്ളേരോട് സംസാരിക്കുന്ന രീതിയാണ്. ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ട് കാർ ചെക്ക് ചെയ്യണം. ഓക്കെ, ബോഡി ചെക്കിനാണെന്നുണ്ടെങ്കിൽ അതിന് ഓഫീസർ അടക്കം വേണം. അതിൽ പെർമിഷൻ ചോദിക്കണം നമ്മളോട്. ചോദിച്ച് ബോഡി ചെക്ക് ചെയ്യുക, വണ്ടി ചെക്ക് ചെയ്യുക, വണ്ടി വിടുക. രാത്രി നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പരിപാടി ഏതാണ് പോലീസുകാർക്ക്? ഇല്ല, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടി, നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണം, വളരെ മാന്യമായിട്ട് വണ്ടി എടുക്കൂ, പിന്നാലെ വരും, സ്റ്റേഷനിലേക്ക് വരും, പറഞ്ഞ് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ക്രിമിനൽ ലിസ്റ്റിലുള്ള ഒരാളാണോ, കാപ്പ ചുമത്തിയ ഒരാളോ, അവരെ കണ്ടാലൊന്നും നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അവരെ കണ്ടു കഴിഞ്ഞാൽ തൊഴുത് വണങ്ങി നിൽക്കും, അത് വേറെ കാര്യം. അല്ലാതെ ഈ പാവം പിടിച്ച കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ, ഈ രാത്രി ഇറങ്ങുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് നിയമം ഇറക്കി എന്നാണ് പറയുന്നത്? SP നിയമം ഇറക്കി, DGP നിയമം ഇറക്കി. ഇവിടെ മന്ത്രി ടൂറിസം വകുപ്പ് മന്ത്രിയാണ് പറഞ്ഞിട്ടുള്ളത് നൈറ്റ് ലൈഫ് പ്രൊമോട്ട് ചെയ്യും, നൈറ്റ് ടൂറിസം പ്രൊമോട്ട് ചെയ്യും. എന്നിട്ടാണ് ഈ നാട്ടുകാരോട് നമ്മൾ ഈ ചായക്കട അടപ്പിച്ചൂടെ? ആ ചായക്കടയിലൊക്കെ ഞാൻ പൈതവേ ആ കാക്കാക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാക്കാനെയും തല്ലി, കുട്ടികളെയും തല്ലി. ഈഗോ ആണ് ഇവിടെ കാക്കിയിട്ട്. ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പല ഉദ്യോഗസ്ഥർക്കും ഈഗോ ആണ്. സർവീസിന് പണിയെടുക്കാൻ പറ്റുന്നില്ല, നയിക്കാൻ പറ്റുന്നില്ല. വളരെ നന്നായി രാപ്പകലില്ലാതെ നാട്ടുകാർക്ക് വേണ്ടി സർവീസ് കൊണ്ട് നടക്കുന്ന ഇഷ്ടം പോലെ കാക്കിയിട്ട് ഓഫീസർമാർ ഇവിടെ നാട്ടിലുണ്ട്. അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സമ്മതിച്ചു കൊടുക്കുന്നു. അല്ലാതെ സർവീസിൽ കയറിയ ഉടനെ തന്നെ അല്ലെങ്കിൽ കുറച്ചാണ് മൂത്ത് കഴിഞ്ഞാലോ ഈ നക്ഷത്രമുള്ളവരെക്കാൾ കൂടുതൽ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കാക്കിയിൽ കഴപ്പ് കാണിക്കുന്നത് ഡ്രൈവർമാർ, നക്ഷത്രം ഇല്ലാത്തവർ, ഇവരൊക്കെയാണ്. കാരണം ഇവർക്കൊക്കെ ഒരു ധൈര്യമുണ്ട്. കയറിപ്പോയ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ വേറെ അടങ്ങിയ ഒരു ട്രാൻസ്ഫർ, ഡിസ്മിസിൽ ആവില്ല എന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ട്. പക്ഷെ നക്ഷത്രം ഉള്ളവർക്ക് അങ്ങനെയല്ല. അവർക്ക് നൂറധികം ചോദ്യങ്ങൾ വരും, അവരെ മുകളിലുള്ള ഓഫീസർമാരുടെ ചോദ്യങ്ങൾ വരും. അപ്പോൾ ഈ നക്ഷത്രമുള്ളവരും കൂടിയും ബാക്കി ഇവരുടെ മറ്റേ പരിപാടി ജയിക്കൽ ഈ നക്ഷത്രം ഇല്ലാത്തവരെ കൊണ്ടാണ്. പിന്നെ ഈഗോ, പ്രത്യേകിച്ച് ഡ്രൈവർമാർക്ക്.
പോലീസിലെ ഡ്രൈവർമാർക്കൊക്കെ ഈഗോ എന്ന് പറഞ്ഞാൽ ഈഗോൻ്റെ അങ്ങേ അറ്റമാണ് ഇവരൊക്കെ. അങ്ങനെ കുറേ ആളുകളുണ്ട് ഇതിനകത്ത്. കുട്ടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ രാത്രി പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ചായ കുടിക്കുന്ന എങ്ങനെ റീസൺ അല്ലാതെ പോവുക? ഒരു മനുഷ്യന് എപ്പോഴാണ് ചായ കുടിക്കാൻ ഇറങ്ങാറ്? ഈ നാട്ടിൽ എന്തെങ്കിലും നിയമമുണ്ടോ നട്ടപ്പാതിരിക്ക് ചായ കുടിക്കാൻ പാടില്ല എന്നുള്ളത്? അപ്പം കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ കള്ളാണോ കഞ്ചാവാണോ ചോദിച്ചാണ് കൊണ്ടുപോകും. നിങ്ങൾ ചെയ്തോ ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? കുട്ടികളിലേക്ക് ഈ ലഹരി എത്തുന്നതിൻ്റെ വേരുകളല്ലേ നിങ്ങൾ ഇല്ലാതാക്കണ്ടേ? ലഹരി കച്ചവടക്കാരെയല്ലേ നിങ്ങൾ പിടിക്കണ്ടേ? അതല്ലേ ചെയ്യേണ്ടത് ബേസിക്കലി. അത് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ലഹരി എവിടുന്ന് വരുന്നു, ആര് കൊണ്ടുവരുന്നു എന്നുള്ളതില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് കുറേ ആൾക്കാരെ പിടിച്ച് നിങ്ങളുടെ അകത്തിടും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനമൈത്രി പോലീസ് എന്നുള്ള പേര്. ഇതിന് ജനങ്ങളോട് ഒരു തരത്തിലും സഹകരിക്കാതെ ജനങ്ങളെ തെറി വിളിച്ചും ജനങ്ങളെ വെക്കെട്ട് കയറിയിട്ടും കുറേ പോലീസുകാർ ഒരു സൈഡിൽ കൂടി. അപ്പം പിന്നെ ജനങ്ങൾ തിരിച്ച് പ്രതികരിച്ചു പോവും. ഇന്ന് SFIക്കാർക്ക് തിരുവനന്തപുരത്ത് ആ പോലീസുകാരനെ അടിച്ചതിൽ കയ്യടി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചിന്തിക്കണം. നിയമപാലകര്, മുതിർന്ന ഉദ്യോഗസ്ഥർ ചിന്തിക്കണം എന്തുകൊണ്ടാണ് കയ്യടി അവർക്ക് കിട്ടണമെന്നുള്ളത്. അത് SFIക്ക് കയ്യടി കിട്ടണമെന്നുണ്ടെങ്കിൽ. കാരണം നാട്ടുകാർ പോലീസുകാരെ കൊണ്ട് അത്രയും വലഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കൊക്കെ പേഴ്സണലി ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് കാക്കി ഉണ്ട് എന്നുള്ള ഒരൊറ്റ ബലത്തിന് മേത്ത് കയറി പിടിക്കുക, ചൂടാവുക, ചുമ്മാ കൊണ്ടുപോയി കേസ് ഇടുക, എല്ലാ തണ്ടിത്തരം കാണിച്ചിട്ടുണ്ട്. കാക്കി ഉണ്ട് എന്നുള്ള ഒരൊറ്റ ബലത്തിൽ. കാക്കി ഊരി വെച്ചൊന്ന് മുന്നിൽ വന്ന് നോക്കട്ടെ, അടിച്ച് കരണം പൊളിക്കാൻ അറിയായിട്ടല്ല, ചെയ്യും ചില സാഹചര്യത്തിൽ. കാരണം അത്രയും വൃത്തികേടുകളാണ് ഈ കാക്കി ഇട്ടതിന് ശേഷം ചെയ്തു കൂട്ടുന്നത്. അത് ഈ റിട്ടയർ ആയിട്ടിരിക്കുന്ന പോലീസുകാരോട് ചോദിച്ചാൽ മതി. കാക്കി ഊരി വീട്ടിലിരിക്കുന്ന സമയത്ത് വരുന്നവനും പോണവനും ചെറിയ ഉമ്മർത്ത് തുപ്പിയിട്ട് പോണ ഒരവസ്ഥ. തെണ്ടിത്തരം കാണിച്ച് സർവീസിലിരുന്ന അത് അനുഭവിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് ഇവിടെ. അപ്പം കാക്കി ഇടുമ്പോൾ ആ കാക്കി ഇട്ടിട്ടുള്ള തിളപ്പുണ്ടല്ലോ, ഇത് ഊരി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ജനങ്ങൾ പ്രതികരിക്കും. ആ പ്രതികരണമാണ് ഇന്ന് ഓരോ കയ്യടിയായിട്ട് ഓരോരുത്തരുടെയും കമൻറ്റ് ബോക്സിൽ ഇന്ന് ഈ SFIയുടെ ആളുകൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതിൽ പ്രതികരിച്ച് കിട്ടണം ഈ പോലീസുകാരനെ പറയുന്നത്. അങ്ങനെയുള്ളവർക്കൊക്കെ കിട്ടുന്നതാണേ. കാരണം ഇത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അട്രോസിറ്റീസാണ് കാണിച്ചു കൂട്ടുന്നത് ചില പോലീസുകാർ. നല്ലവരായ പോലീസുകാരോട് ഒന്നും പറയാനില്ല, അവരോടൊക്കെ ബഹുമാനമാണ്. പക്ഷെ ഇതുപോലെ ഗുണ്ടായിസം കാണിക്കുന്ന ഇമ്മാതിരി ടീംസിനോട് ഈ രീതിയിലേ പ്രതികരിക്കാൻ പറ്റൂ. ഇനി അങ്ങനെ പ്രതികരിക്കുന്നവർക്കെതിരെ കൃത്യനിർവഹണത്തിനെതിരെ നിന്നു എന്ന് പറഞ്ഞ് കേസെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വേറെ സ്കീമിലേക്ക് കാര്യങ്ങൾ മാറും. ജനങ്ങളും പോലീസും തമ്മിലുള്ള ഒരു നല്ല റിലേഷൻഷിപ്പാണ് ഒരു നാടിൻ്റെ ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് അതിൽ പോയി. അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണമാണ്. അത്രയും നല്ല മികച്ച ഒരു ആഭ്യന്തരമന്ത്രിയാണ് നമുക്കുള്ളത്. ആ രാജാവിൻ്റെ ഭരണം കൊണ്ടാണ് ഏറെക്കുറെ പോലീസുകാരും നാട്ടുകാരും തമ്മിലുള്ള ഇരിപ്പുവശം തെറ്റിയത്. ഇനിയെങ്കിലും പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നവർ ജനമൈത്രി എന്താണെന്നുള്ളത് ആദ്യം രണ്ടാമതൊന്ന് ക്ലാസ് എടുത്ത് പോലീസുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. മക്കളോട് എങ്ങനെ പെരുമാറണം, ഫാമിലി ആയിട്ട് പോകുന്നവരോട് എങ്ങനെ പെരുമാറണം, നാട്ടുകാരോട് എങ്ങനെ റെസ്പെക്ട്ഫുള്ളി സംസാരിക്കണം. ഇനി ഇതൊക്കെ പഠിക്കണമെങ്കിൽ വേറെ രാജ്യത്ത് ടൂർ പോകണമെങ്കിൽ എല്ലാവരും കൂടി പോലീസുകാർ ടൂർ അല്ല ദുബായിക്കോ പോളണ്ടിക്കോ അമേരിക്കയ്ക്കോ പോയിട്ട് അവിടുത്തെ പോലീസ് സിസ്റ്റം എങ്ങനെ റൺ ചെയ്യുന്നു എന്നുള്ളത് കണ്ട് തിരിച്ചു വാ. അവിടെയൊക്കെ ഗിവ് ആൻഡ് ടേക്ക് ആണ് റെസ്പെക്ട്. ഇവിടെ ഒരു പോലീസുകാരെ വണ്ടിക്ക് കൈ കാട്ടി കഴിഞ്ഞാൽ വണ്ടി നിർത്തിയിട്ട് ഓൻ്റെ അടുത്തേക്ക് നടന്നു പോകണം. ഇങ്ങോട്ട് നടന്നു വന്നിട്ട് എന്താണെന്ന് ചോദിക്കുക. സാറിന് നമ്മളൊക്കെ അങ്ങോട്ട് സാറിന്ന് വിളിക്കുമ്പോൾ ഈ അങ്ങോട്ടാടാ പോണേ, എടാ വാടാ പോടാ. ഇതാണ് ഇവിടുത്തെ ചില പോലീസുകാരുടെ അവസ്ഥ. വിളിക്കരുതെന്ന് കോടതി പറഞ്ഞാലൊക്കെ എന്ത് കോടതി, പുല്ലുവേല. അപ്പോൾ പിന്നെ ഒരു പോലീസുകാരന് ഇതേപോലെ, അതും ഗുണ്ടായിസം കാണിക്കുന്ന ഒരുത്തിന് ഇതേപോലെ അടി കിട്ടി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അടിച്ചവനെ കൈ അടിക്കും. മനസ്സിലായോ?